റോസ്മല ഗവൺമെന്റ് UP സ്കൂളിലെ നവ്യയും നയനയും മമതയും മാത്രമല്ല, അവരുടെ മാതാപിതാക്കളും കൈകൂപ്പി കാരുണ്യം തേടുന്നത് പതിവ് പ്രാർത്ഥനയാക്കിയവരാണ്. എല്ലാം നൽകുകയും എല്ലാം തിരിച്ചെടുക്കുകയും ചെയ്ത വനവും വനദൈവങ്ങളുമായിരുന്നു പണ്ടവരുടെ തമ്പുരാക്കന്മാർ. ഇന്നത്തെ വിധാതാക്കൾ ജനാധിപത്യ സർക്കാരുകളും അവരുടെ പ്രതിനിധികളുമാണ്. വനമധ്യത്തിലെന്നോ നാടായ്മാരെ വനത്തിലെന്നോ പറയാവുന്ന ഈ സ്കൂളിൽ എന്നും 27 കുട്ടികളെത്തുന്നു. 8 അധ്യാപകർ അവരെ പഠിപ്പിക്കാനുണ്ട്. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, സുഭിക്ഷമായ ഭക്ഷണം, വൃത്തിയുള്ള ക്ലാസ് മുറികൾ. പക്ഷേ സ്കൂൾ അതിവേഗം ശോഷിക്കുകയാണ്. ദിനംതോറും കുട്ടികളുടെ എണ്ണം കുറയുന്നു. കാടിറങ്ങി നാട്ടിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ നിലവിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് 27 കാരണം ഇവിടെ റീലൊക്കേഷൻ എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ പരിസ്ഥിതി ലോല മേഖലയായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാൾക്കുനാൾ ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ സ്ട്രെങ്ത്തും കുറഞ്ഞുകൊണ്ടിരിക്കും. പഴയ റെക്കോർഡ്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 100-150 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ ഏകദേശം 20-25 സ്ട്രെങ്ത് വെച്ചുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ 6ാം ക്ലാസ്സിലാണ്. അതും 9 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 5, 4 ആ റേഞ്ചാണ്. അപ്പം ഓരോ വർഷം കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. വരും വർഷം ഇനിയിപ്പം ഏകദേശം ഈ കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ ഈ റീലൊക്കേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേക്കാണ്. അപ്പൊ അവർക്ക് അതിന്റെ എമൗണ്ട് വന്നു കഴിയുമ്പോൾ അവർ ഇവിടുന്ന് പോകും. കാലക്രമേണ സ്കൂൾ തന്നെ ഒരു സംശയമാണ്. ഒന്നുറങ്ങാനും ഉണർന്നെണീക്കാനും വിശപ്പ് മാറ്റാനും കാടിന്റെ നിയമങ്ങളോട് സന്ധി ചെയ്ത് ചുളിഞ്ഞുപോയ ജീവിതങ്ങളാണ് റോസ്മലയിലെ കൊച്ചു കവലയിൽ ഇപ്പോഴും കുനിഞ്ഞുകൂടിയിരിക്കുന്നത്. കാലം നിശ്ചലമായ കവലയിൽ ചായക്കൂട്ടവും ചീട്ടുകളിയും കൊണ്ട് മടുപ്പ് മാറ്റുന്നവർ, പല വർണ്ണക്കൊടികളിൽ നാട്ടിലെ ഭിന്നിപ്പ് നെഞ്ചേറ്റുന്നവർ, അതിനിടെ ലേലം പിടിച്ച മരങ്ങൾ വെട്ടിയെറുത്ത് കാശാക്കാൻ അത്യധ്വാനം ചെയ്യുന്ന വരത്തരും അല്ലാത്തവരുമായ പണിക്കാർ. കാട്ടിലെ ദൈവങ്ങളായ മലയപ്പൂപ്പനും ശ്രീഭദ്രകാളിയും കേൾക്കാനും കാണാനും വേണ്ടിയല്ല ഈ എഴുത്തുകൾ. ഈ ഭൂമിയിൽ വന്യമൃഗങ്ങൾക്കുള്ള അവകാശം പോലും തങ്ങൾക്കില്ലേ എന്ന വേദനയിൽ നിന്നുയർന്ന പരിഹാസം. റോസ്മല കാടായിരുന്നു. കാട് കാട്ടുമൃഗങ്ങളുടേതാണ്. പക്ഷേ കാടു കയറാനും കൃഷി ഇറക്കാനും വിളകൾ കൊയ്യാനും അവിടെ ജീവിക്കാനും ഈ നാട്ടുകാരെ പ്രേരിപ്പിച്ചത് നാട്ടിലെ ഭരണകൂടങ്ങൾ തന്നെയാണ്. അരനൂറ്റാണ്ടോളം പഴക്കമുള്ള കുടിയേറ്റത്തിന്റെ ചരിത്രമുണ്ട് റോസ്മലയ്ക്ക്. കൊല്ലം ജില്ലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലെ ഗ്രാമമാണ് റോസ്മല. 1976 സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച 619 ഏക്കറോളം വരുന്ന കാടിനാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന പ്രദേശം. സർക്കാർ രേഖകൾ പ്രകാരം അതിൽ മിച്ചഭൂമിയും വനഭൂമിയും റവന്യൂ ഭൂമിയുമുണ്ട്. ഭൂമിയില്ലാത്ത 300ഓളം കുടുംബങ്ങൾക്ക് മാറി മാറി വന്ന സർക്കാരുകൾ കൈവശാവകാശവും പട്ടയവും ഒക്കെ നൽകിയ സ്ഥലം. കപ്പയും വാഴയും കുരുമുളകും റബ്ബറും പിന്നെ പറ്റാവുന്നതെന്തും കൃഷി ചെയ്ത് പൊന്നു വിളയിച്ചു പോന്ന കർഷക ഗ്രാമമായി ഈ വനപ്രദേശം രൂപാന്തരം പ്രാപിച്ചു. റേഷൻ കടയും വിദ്യാലയവും ആശുപത്രിയും റോഡുമുണ്ടായി. തൊഴിലുറപ്പ്, കുടുംബശ്രീ പദ്ധതികൾ വിജയകരമായി നടന്നു വന്നു. കാടിന്റെ നനവിൽ നിന്നും ഇരുട്ടിൽ നിന്നും നാടിന്റെ സൗകര്യങ്ങളിലേക്ക് പതിയെ ഇവർ മല കയറുകയായിരുന്നു. ഇവിടെ ബുദ്ധിമുട്ട് കുട്ടികളെ പഠിത്തത്തിനും മൃഗങ്ങളെ ശല്യമല്ലേ ഭയങ്കര. ഇവിടുന്ന് പോണോന്ന് മനസ്സില്ല എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമായോണ്ട് പോണോന്നില്ല. എന്നാലും നമ്മളെ ഈ ബുദ്ധിമുട്ട് കാരണം പോകും. മാറ്റിക്കൊണ്ടുവരികയാണെങ്കിൽ കുറെ ആൾക്കാർ കൂടെ സന്നദ്ധരാകും, ഇറങ്ങി പോകാൻ സന്നദ്ധരാക്കി. കാരണം നമ്മുടേതായിരിക്കും നമുക്കുള്ള ഈ വസ്തു അത് നമ്മുടെ മക്കൾക്കൂടെ അവകാശപ്പെട്ടതാണ്. അതിപ്പോൾ അവർ വിവാഹം കഴിച്ചവരുണ്ട്, പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. അവർക്ക് സ്വത്തുകൾ നമ്മൾ വീതിച്ച് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് അവർ ഇതിന് അർഹരാണ്.
അപ്പോൾ നമുക്ക് ഈ വസ്തു ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു വിധമാണ്, അതായത് 15 ലക്ഷം രൂപയാണ് അവർ തരാമെന്ന് പറയാം. അതുകൊണ്ട് നാട്ടുമ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല ഒരിക്കലും. 30% വനഭൂമിയുള്ള കേരളത്തിൽ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വാർത്തയല്ലാതായി കഴിഞ്ഞു. റോസ്മലയിലെ അനുഭവങ്ങൾ വ്യത്യസ്തമല്ല. കാടതിരിൽ വൈദ്യുതി വേലി കെട്ടി കൃഷിനാശം ഒഴിവാക്കാനുള്ള പതിവ് ശ്രമം ഇവിടെയുമുണ്ട്. കാട്ടാനയുടെ ശല്യം, പിന്നെ കരടി, പുലി എല്ലാം ഉണ്ട്. റോഡ് ഭാഗത്ത് വരത്തില്ല. ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ എല്ലാം വരും. ഇവിടെ 10 മണി തൊട്ട് 6 മണി 5 മണി വരെ നിയമം വെച്ചേക്കുന്നത്. പ്രളയശേഷമുള്ള കേരള പുനർനിർമ്മാണത്തിൽ കാടുകളുടെ വീണ്ടെടുക്കലും സംരക്ഷണവും സർക്കാരിന്റെ പ്രധാന അജണ്ടയായിരുന്നു. ഇതിനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, കിഫ്ബി എന്നിവയിൽ നിന്ന് 800 കോടി രൂപ വകയിരുത്തി വിപുലമായ പദ്ധതി തയ്യാറാക്കി. അതിന്റെ ഭാഗമാണ് റോസ്മല ഉൾപ്പെടെയുള്ള കേരളത്തിലെ വനത്തിലോ വനാതിർത്തിയിലോ ഉള്ള മനുഷ്യവാസ കേന്ദ്രങ്ങളെ തിരികെ വനമാക്കി മാറ്റാനുള്ള പരിഷ്കാരം. വന്യജീവി ശല്യവും പ്രകൃതി ദുരന്തങ്ങളും പതിവായ കേരളത്തിലെ 219 ഹെക്ടർ വനമാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. ഇതിന്റെ 45% ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലെ റോസ്മലയിലാണ്. 344 കുടുംബങ്ങൾ കുടിയിറങ്ങേണ്ടതുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും 15 ലക്ഷം രൂപ വീതം സർക്കാർ നൽകി വരുന്നു. ജിയോ വന്നതിന് ശേഷം കുറച്ച് ആളുകൾ, ഏതാനും ചിലർ ചേർന്ന് ഇത് നിർബന്ധമായി നടത്തിയെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഒരു മുന്നോട്ട് പോകുന്നത്. അതിന് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ വേറെയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപ്പെട്ട സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭകരമാണ്. കാരണം ഇവിടെ തന്നെ നമ്മുടെ അപ്പുറത്തൊരു കുടുംബം ഉണ്ടായിരുന്നു. അവർ തള്ളയും ആളുകളേ ഉള്ളൂ. അവർക്ക് 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 3 സെൻറ്റ് സ്ഥലവും ഒരു വീടും. അവർക്ക് 30 ലക്ഷം രൂപ കിട്ടി. അവർക്ക് ലാഭമാണ്. അവരോട് തടയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട എന്ന് ആർക്കും പറയാൻ കൊള്ളില്ല. അവർ പോകും. അതുപോലെ ഈ കുറേ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ പുറത്ത് താമസ സാഹചര്യങ്ങളുള്ളവർ, അവർക്കിപ്പോൾ ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്, 15 ലക്ഷം കിട്ടിയാലും അവർക്ക് ലാഭമാണ്. അങ്ങനെ പോകുന്നവരുണ്ട്. ഇതിൻ്റെ ഒരു പോരാഴി എന്ന് പറഞ്ഞാൽ 5 ഏക്കർ വരെയുള്ള ആളുകൾക്ക് ഒരു ഷെയർ ചെയ്യും. 5 സെൻറ്റ് 3 സെൻറ്റുകാരന് 5 ഏക്കറുകാരന് അതിനകത്ത് വീടുണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊന്നും വിഷയമാണ്. കുടിയിറങ്ങേണ്ടവർക്ക് നാടോ നാട്ടിലെ സൗകര്യങ്ങളോ അന്യമല്ല. അഞ്ചൽ ചന്തയിൽ നിന്ന് അടുത്ത ആഴ്ചത്തേക്കുള്ള മൂരിക്കുട്ടനെയും വാങ്ങി ആരിഫ ബീവിയും ഭർത്താവ് ഷാഹുൽ ഹമീദും റോസ്മല കവലയിൽ തിരിച്ചെത്തിയ നേരമായിരുന്നു. ഈ യാത്രകളും കാടും മലയുമൊക്കെ പ്രിയങ്കരമാണെങ്കിലും അവർ നാടിന്റെ സൗകര്യങ്ങളിലേക്ക് തിരികെ നടക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ഇവിടെ വന്ന് 28 വർഷമായി. ഇവിടെ യാതൊരു അന്ന് ജീവിക്കാൻ വേണ്ടി കയറി വന്നതാണ്. ഇവിടെ ഒരു നല്ല സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. കയറി വരണമെങ്കിൽ 10 പേരുടെ സഹായം വേണം. ഒരു വണ്ടി, ഇതുപോലത്തെ വണ്ടി കയറി വരണമെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി വാങ്ങിച്ച് 3-4 പേരെ കൊണ്ട് തെള്ളിക്കയറ്റി ഇവിടെ വരെ വന്നിട്ട് കപ്പയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ആർക്ക് കൊടുക്കാൻ വേണ്ടി. പുലിയാണെങ്കിൽ ഭയങ്കര ശല്യം. ഞാൻ താഴെ അറ്റത്താണ് താമസിക്കുന്നത്. അവിടെ ഈ ഇറത്തൊന്നുമില്ല. അവിടെ ഞാൻ ചുറ്റും കെട്ടിയൊക്കെ മതിലെ മുകളിലൊക്കെ കിടക്കുന്ന രാത്രി പുലിശല്യം. ആട്ടിനേക്കാൾ അത്യാവശ്യം മതിയാക്കി. ഇതിനെ കൊണ്ടുപോയി ഞാൻ മറകെട്ടി ഇടണം. മൊബൈൽ ഫോണിന് സിഗ്നൽ ഇല്ലാതിരുന്ന സമീപകാലം വരെ റോസ്മലക്കാർ എഴുത്തു കാത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ റോസ്മലയിലേക്ക് വരുന്ന കത്തുകൾ കുറഞ്ഞു. കൂടുതലും കമ്പനികളുടെ പരസ്യ ബ്രോഷറുകളും മറ്റുമാണെന്ന് പോസ്റ്റ് ഹ്യൂമൻ പാർവതി TS പറയുന്നു. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ പോസ്റ്റ് ഹ്യൂമനാണ് പാർവതി. 8 കിലോമീറ്റർ ദൂരമുള്ള വനാന്തർഭാഗത്തെ റോഡിലൂടെ എന്നും ഈ പോസ്റ്റ് ഓഫീസിലെത്തി ജോലി ചെയ്തു മടങ്ങുന്ന പാർവതി തന്റെ റോസ്മല അനുഭവം വിവരിക്കുന്നതിങ്ങനെ. ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു പോകുന്നല്ല, ചില ദിവസങ്ങളിൽ ആകുമ്പോൾ ചില ദിവസങ്ങൾ ഇരുട്ടാറുണ്ട്. അതിനെക്കാട്ട് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാകുമ്പോഴാണ് പോയൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് പിന്നെ നോർമൽ കാലാവസ്ഥ കുഴപ്പമില്ല. പക്ഷെ മഴ സമയത്ത് പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കാണ് വന്യജീവികൾ ഇറങ്ങാനുള്ള സാധ്യത കൂടുതൽ. മഴ സമയത്തൊക്കെ പെട്ടുപോയിട്ടുണ്ട്. റോസ്മല ഇറങ്ങാൻ തയ്യാറാകാത്ത നിരവധി പേരുണ്ട്. വാർദ്ധക്യത്തിൽ അന്യനാട്ടിൽ പോയി ഭാഗ്യാന്വേഷണം നടത്താൻ തയ്യാറാകാത്തവർ, കിട്ടുന്ന 15 ലക്ഷം കൊണ്ട് ഒന്നിനും തികയാത്തവർ. റോസ്മല ഉൾപ്പെട്ട ശെന്തുരുണിയിൽ നിന്നും 111 കുടുംബങ്ങൾ ഇതുവരെ നാട്ടിലേക്ക് പോയി. അവർക്ക്
സർക്കാർ 16.65 കോടി രൂപ നൽകി. പോകാൻ ഒരുങ്ങിയവരും പോകാൻ തയ്യാറല്ലാത്തവരും അവിടെയുണ്ട്. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. പക്ഷേ വന്യജീവി ആക്രമണത്തിന് ഈ പദ്ധതി ശാശ്വത പരിഹാരമാകുമോ? നാട്ടിലേക്ക് പോയ വൃദ്ധജനങ്ങൾക്ക് 15 ലക്ഷം കൊണ്ട് ഇനിയൊരു ജീവിതം തുടങ്ങാൻ കഴിയുമോ? ഈ തുക കൊണ്ട് നാട്ടിൽ വീട് വയ്ക്കാനാകുമോ? മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണോ ഇവർ കാടിറങ്ങിയത്? അത് ഭൂമിയുടെ അളവോ വിസ്തീർണമോ കണക്കാക്കിയല്ല ഈ തുക നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിന് എന്നാണ്. അങ്ങനെ വരുമ്പോൾ 2 സെന്റ് ഉള്ളവനും 15 ലക്ഷം കിട്ടും, 1 ഏക്കർ ഉള്ളവനും 15 ലക്ഷമേ കിട്ടുകയുള്ളൂ. അതൊരു ഒരു നല്ല ഒരു കാര്യമല്ലല്ലോ. അത് ഒരു പൊരുത്തക്കേടുണ്ട് അതിനകത്ത്, ഡിസ്പാരിറ്റി. നമുക്ക് ആ തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള വളരെ പോസിറ്റീവായ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ശെന്തുരുണി വനമേഖലയിലെ ഈ താഴ്വരയ്ക്കും മലനിരകൾക്കും വിരിയുന്ന റോസാപ്പൂവിനോട് ഏറെ സാമ്യമുണ്ട്. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് റോസ്മല എന്ന പേര് വന്നത്. റോസാപ്പൂക്കളില്ലെങ്കിലും പൂവിന് താഴെ ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകൾ ഈ നാട്ടുകാരെ കുത്തി നോവിക്കുകയാണ്. കുറെ പേർ സർക്കാർ പദ്ധതിയെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്ത് നാട്ടിലെയും നഗരത്തിലെയും സൗഭാഗ്യങ്ങൾ തേടി കുടിയിറങ്ങുമ്പോൾ കുറച്ചു പേർക്കത് അനിശ്ചിതത്വത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും പുറത്താക്കപ്പെടലിന്റെയും വാരിക്കുഴികളിലേക്കുള്ള പതനമാണ്.